മാത്സിലത് ഫസ്റ്റ് ചാപ്റ്റർ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് തുടങ്ങാൻ പോവാണ്. അപ്പം ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം അല്ലേ. എന്താ റാഷണൽ ഇറാഷണൽ നമ്പേഴ്സ് എന്നൊക്കെ പോകുന്നതിന് മുന്നേ എന്താണ് ഈ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് വരുന്നത് അതാദ്യം നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിച്ചു വരുന്ന മലയാളത്തിൽ എണ്ണൽ സംഖ്യ എന്ന് പറയും അല്ലേ. കൗണ്ടിങ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ് 1 2 3 4 5 അങ്ങനെ പോകും അല്ലേ. ഇതാണ് നമ്മൾ എന്താ പറയുന്നത് കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്, കൗണ്ടിങ് നമ്പേഴ്സ്. അപ്പം ആ കൗണ്ടിങ് നമ്പേഴ്സാണ് നമ്മൾ ആദ്യമായിട്ട് നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങിയത്. ഈ കൗണ്ടിങ് നമ്പേഴ്സിനെ വിളിക്കുന്ന വേറൊരു പേരാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇതിന് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ നമ്മൾ സീറോയും കൂടി അങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പിന്നെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ്. ആ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് നമ്മൾ എന്ത് പറയും, ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. ഹോൾ നമ്പേഴ്സായി. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ മൈനസ് നമ്പേഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ -1 -2 0 1 2 3 ഈ ഹോൾ നമ്പേഴ്സിൻ്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സാണ് നമ്മൾ എന്താ പറയുന്നത് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എണ്ണൽ സംഖ്യ കൗണ്ടിങ് ഓൺ നാച്ചുറൽ നമ്പേഴ്സ്, അതിൻ്റെ കൂടെ സീറോയും കൂടി വന്നപ്പം അതിനെ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. ആ ഹോൾ നമ്പേഴ്സിൻ്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടി വന്നപ്പോൾ അതിനെ ഇൻറ്റിജേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇൻറ്റിജേഴ്സ് രണ്ട് ടൈപ്പ് നമുക്ക് കാണാം. ഒന്ന് പോസിറ്റീവ് ഇൻറ്റിജേഴ്സും മറ്റേത് നെഗറ്റീവ് ഇൻറ്റിജേഴ്സും. ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ കൂടെ നമ്മൾ ഫ്രാക്ഷണൽ നമ്പേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തെന്ന് വിചാരിക്കാം. ഇതിൻ്റെ കൂടെ ഫ്രാക്ഷണൽ നമ്പേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഇനി ഇതിൽ ഒന്നും പെടാത്ത, അതായത് നമ്മളിപ്പം കണ്ട് ഈ റാഷണൽ നമ്പേഴ്സിൽ ഒന്നും പെടാത്ത ചില നമ്പേഴ്സ് ഉണ്ട്. √2 √3 പൈൻ്റെ വാല്യൂ ഒക്കെ വരുന്ന ആ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇറാഷണൽ നമ്പേഴ്സ്. ഇത് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. നമ്മളുടെ നോർമൽ നമ്പേഴ്സ് ഇവിടെ കഴിഞ്ഞു, അതിന് അവിടെ വരെ നമ്മൾ റാഷണൽ നമ്പേഴ്സ്, അതിൽ എന്തൊക്കെ വന്ന് കൗണ്ടിങ് നമ്പേഴ്സ് ഉണ്ട്, ഹോൾ നമ്പേഴ്സ് ഉണ്ട്, ഇൻറ്റീജേഴ്സ് ഉണ്ട്, ഫ്രാക്ഷൻ കൂടി വന്നപ്പം ആ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ, അതായത് ഫസ്റ്റ് ടു ഇവിടെ വരെ, അത് നമ്മൾ റാഷണൽ നമ്പേഴ്സ് പറയും. ഈ ഗ്രൂപ്പിൽ പെടാത്ത വേറെ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്, അതിന് നമ്മൾ എന്താ പറയുന്നത് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പം പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ചെറിയൊരു സമ്മറി. അപ്പം റിയൽ നമ്പേഴ്സ്, വാട്ട് ആർ റിയൽ നമ്പേഴ്സ്, എന്താ റിയൽ നമ്പേഴ്സ് എന്നല്ല അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. എല്ലാ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സും, അതായത് നമ്മളിപ്പം കണ്ട റാഷണൽ പ്ലസ് ഇറാഷണൽ, ഇതെല്ലാം കൂടിയ ഓൾ സെറ്റ് ഓഫ് നമ്പേഴ്സാണ് നമ്മൾ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് ആർ കോൾഡ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, അതിൽ രണ്ടും പെട്ടു, റാഷണൽ നമ്പേഴ്സും പെട്ടും ഇറാഷണൽ നമ്പേഴ്സും പെട്ടും. പിന്നെ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു. നാച്ചുറൽ, ഹോള്, ഇൻറ്റിജേഴ്സ്, റാഷണൽ, അതുകൂടാതെ ഇറാഷണൽ, ഇതെല്ലാം കൂടിയതാണ് എന്ത് നമ്മളുടെ റിയൽ നമ്പേഴ്സ് പറയുന്നത്. ഓക്കെ, റാഷണൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾ 1/2, 0.75, 3/4 ഇതൊക്കെയാണ് വരുന്നത് അല്ലേ, അതാണ് റാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് നമുക്ക് ഫ്രാക്ഷനാക്കി എഴുതാൻ പറ്റാത്ത ഈ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സാണ് എന്ത് ഇറാഷണൽ നമ്പേഴ്സ്. ആൻഡ് വാട്ട് ആർ റിയൽ നമ്പേഴ്സ്? റിയൽ നമ്പേഴ്സ് ഇൻക്ലൂഡ് ഓൾ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇനിയാണ് നമ്മൾ ചാപ്റ്ററിലേക്ക് പോകുന്നത്. ആദ്യം നമ്മളവിടെ മനസ്സിലാക്കേണ്ട റാഷണൽ നമ്പേഴ്സ് എന്താണ്. റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നമ്മളിപ്പം ജസ്റ്റ് ഒരു റിവ്യൂ കണ്ടു അല്ലേ. അപ്പോൾ റാഷണൽ നമ്പേഴ്സിന് ശരിക്കുള്ള ഡെഫിനിഷൻ വരുന്നത് എന്താ, ഏതൊരു നമ്പേഴ്സ് നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റുമോ, നമ്മളങ്ങനെയല്ല കണ്ട് ഇൻറ്റീജേഴ്സിൻ്റെ കൂടെ ഫ്രാക്ഷനും കൂടി വരുമ്പോഴാണ് ആ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് എന്തായി മാറുന്നത്, റാഷണൽ നമ്പേഴ്സായിട്ട് മാറുന്നത്. അപ്പോൾ ഏതൊരു നമ്പറിനെയും നമുക്ക് P/Q ഫോം അല്ലെങ്കിൽ ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആക്കി എഴുതാൻ പറ്റുകയാണെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് നമ്മൾ എന്താ പറയുന്നത് റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേക കണ്ടീഷൻ ഉണ്ട്, ഈ ഡിനോമിനേറ്റർ അല്ലേ, നമ്മൾ താഴെ എഴുതുന്ന സംഖ്യയ്ക്ക് എന്താ പറയുന്നത് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. ആ ഡിനോമിനേറ്റർ എന്താവരുത്, 0 ആവരുത്, കാരണം ഡിവിഷൻ ഓഫ് 0 നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഈ റാഷണൽ നമ്പറാണോ ഇറാഷണൽ നമ്പറാണോ തന്ന നമ്പർ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്? അതിന് രണ്ട് വഴികളാണുള്ളത്. അതിലൊന്ന് നമ്മളതിൻ്റെ ഡെസിമൽ ഫോം വെച്ചിട്ടും നമുക്ക് നോക്കാൻ പറ്റും, അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം വെച്ചിട്ടും നോക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഫ്രാക്ഷണൽ ഫോമാണ് കണ്ട ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ, -0 ഇതൊക്കെ എന്താണ് ഫ്രാക്ഷണൽ ഫോമിൽ വരുന്ന റാഷണൽ നമ്പേഴ്സാണ്. ഇനി ഡെസിമൽ ഫോം ആണെങ്കിൽ നിങ്ങൾക്കിവിടെ പ്രത്യേകത കാണാം. ഇവിടെ 0.75 ഇത് അവസാനിച്ചു അല്ലേ, ഇതിന് 5ൻ്റെ ശേഷം വേറെ നമ്പേഴ്സ് ഒന്നും വരുന്നില്ല. -3
പിന്നെ 0.333 ഇവിടെ കണ്ടോ, ഈ 3 റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പം റിപ്പീറ്റ് ചെയ്ത നമ്പേഴ്സ് നമ്മൾ എന്തും ഇടും, ഒരു ബാർ ഇടും. ഈ ലൈൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഈ 3 തന്നെയാണ് നെക്സ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പം ഇവിടെ അവസാനിക്കുന്ന നമ്പേഴ്സ് നമ്മൾ വിളിക്കുന്ന പേര് ടെർമിനേറ്റിംഗ് ഡെസിമൽസ്. എൻഡ് ചെയ്യാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു, ഒരേ നമ്പർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് റെക്കറിംഗ് എന്ന് പറയും അല്ലേ. റെക്കറിംഗ്, ഇത് അവസാനിക്കില്ല, അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്ന പേര് റെക്കറിംഗ് ഓർ റിപ്പീറ്റിംഗ് ഡെസിമൽസ്. റിപ്പീറ്റിംഗ് ഡെസിമൽസ് ഏത് നമ്പറാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബാർ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പം ഈ ഡെസിമൽ, ഈ റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ അതിൽ ടെർമിനേറ്റിംഗ് ഡെസിമൽസ് ഉണ്ടാവും. റിപ്പീറ്റിംഗ് ഓർ റെക്കറിംഗ് ഡെസിമൽസ് ആണെങ്കിൽ ഓൾ ദോസ് നമ്പേഴ്സ് ആർ റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇവിടെ ഈ ഇതിലെന്താണ് ഇവിടെ ഉണ്ട് 27 റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം 27 ഇടുക, അതിൻ്റെ മുകളിൽ ബാർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, ഈ 27 എന്ന് പറയുന്ന നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നു, അവസാനിക്കുന്നില്ല. അപ്പം ഇഫ് എ ഡെസിമൽ ഈസ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റെക്കറിംഗ് then all such numbers are rational numbers. Irrational numbers cannot be written as fractions. Irrational numbers നമുക്ക് ഇതേപോലെ ഫ്രാക്ഷൻസ് ആക്കി എഴുതാൻ സാധിക്കില്ല. അപ്പം ചിലവർ ചോദിക്കും അതിൻ്റെ താഴെ ഇപ്പോൾ √2 എഴുതി അതിൻ്റെ താഴെ ഒരു 1 ഇട്ട് കൊടുത്താൽ ഫ്രാക്ഷൻ ആവില്ല. അവിടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അത് ആവാത്തതെന്നുള്ളത്. അതിനൊരു കാര്യം പറഞ്ഞു, നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെർമിനേറ്റിങ്ങും അതേപോലെ റിപ്പീറ്റിംഗ് ആവുകയാണെങ്കിൽ മാത്രമേ ഇതെന്താവുള്ളൂ, റാഷൻ ആവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി റൂട്ട് അല്ല വേണ്ട, പൈൻ്റെ വാല്യൂ 22/7 ഓർ 3.142 ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 142ന് ശേഷം വരുന്ന നമ്പേഴ്സ് ഒരിക്കലും 1ലേക്ക് തിരിച്ച് വരുന്നില്ല. വരികയാണെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ ആദ്യം കണ്ട നമ്പേഴ്സ് ഒന്നും ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുകയില്ല. ഓക്കെ, ഇതൊരിക്കലും റിപ്പീറ്റ് ചെയ്യുകയില്ല, നമുക്കങ്ങനെ ബാറിട്ട് എഴുതാൻ സാധിക്കില്ല. അപ്പോൾ അവസാനിക്കാത്ത നമ്പേഴ്സ് നോൺ ടെർമിനേറ്റിംഗ്, റിപ്പീറ്റ് ചെയ്യാത്ത നമ്പേഴ്സ് നോൺ റിപ്പീറ്റിംഗ് ഓർ നോൺ റെക്കറിങ്, അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഫ്രാക്ഷൻ ആക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ അത് ടെർമിനേറ്റും ചെയ്യുന്നില്ല റിപ്പീറ്റും ചെയ്യുന്നില്ല, അപ്പോൾ അതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റില്ല. സോ നമ്പേഴ്സ് വിച്ച് കനോട്ട് ബി റിട്ടൺ ആസ് ഫ്രാക്ഷൻസ്, നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽസ് ആണെങ്കിൽ ദേ ആർ കോൾഡ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഈ 3.14159 വീണ്ടും ഇതേ സ്റ്റൈലിൽ റിപ്പീറ്റ് ചെയ്യില്ല. √2 അതേപോലെ തന്നെ ഒരിക്കലും വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല, ടെർമിനേറ്റും ചെയ്യില്ല. സോ സച്ച് നമ്പേഴ്സ് വിച്ച് ആർ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽസ് ഉള്ള നമ്പേഴ്സ് അവരാണ് നമ്മൾ എന്താ പറയുന്നത്, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടിനും ഡിഫറൻസ്. റാഷണൽ നമ്പേഴ്സ് അവരെ നമ്മൾ ഫ്രാക്ഷൻ ഫോമൊക്കെ എഴുതാൻ പറ്റും. ദേ ആർ ടെർമിനേറ്റിംഗ്, സംടൈംസ് ദേ ആർ റിപ്പീറ്റിംഗ്. And irrational numbers non-terminating, non-repeating. Example, square roots of non-perfect squares, then pi, all such numbers. അതൊക്കെ എന്താണ്, ഇറാഷണൽ നമ്പേഴ്സ് ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഇപ്പോൾ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മളുടെ ഗിവൺ നമ്പർ വിതൗട്ട് നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ അത് റിപ്പീറ്റിംഗ് ആണോ ടെർമിനേറ്റിംഗ് ആണോ അല്ലെങ്കിൽ റാഷണലാണോ ഇറാഷണലാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളടുത്ത് പറയും. അപ്പം നമ്മൾ അതിൻ്റെ ഡിനോമിനേറ്ററിനെ ഒന്നെങ്കിൽ ഇതേപോലെ 2ൻ്റെ അല്ലെങ്കിൽ 5ൻ്റെ പവേഴ്സ് ഓർ ബോത്ത്. ഡിനോമിനേറ്ററിനെ ഒന്നെങ്കിൽ 2 മാത്രമായിരിക്കും, ചിലപ്പോൾ എല്ലാ നമ്പേഴ്സിനും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഒന്നെങ്കിൽ 2 മാത്രം അല്ലെങ്കിൽ 5 മാത്രം, അല്ലെങ്കിൽ രണ്ടിൻ്റെയും കൂടി. നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ഇങ്ങനെ ഒരു മെത്തേഡ് പഠിച്ചില്ലേ. ഫോർ എക്സാമ്പിൾ 30 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടി. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 കിട്ടും. അപ്പോൾ അവിടെ 2⁻1ഉം 5⁻1 ഒക്കെ വരുന്നുണ്ട് അല്ലേ. പക്ഷേ അവിടെ ഒരു 3 കൂടി വന്നത് കൊണ്ട് അവിടെ ഒരു 3 കൂടി വന്നത്. അപ്പോൾ ഈ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റണം. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ എടുത്തിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നെ 3/40. 3/40 നമ്മൾ ഇവിടെ കണ്ടല്ലോ. ഓൺലി ഫാക്ടേഴ്സ് 2 and 5. 2ഉം 5ഉം മാത്രമേ വരാൻ പറ്റുള്ളൂ. 30 നമ്മൾ എടുത്തപ്പോൾ ഒരു 3 വന്നു അല്ലേ. അപ്പോൾ അതിനെ ഫുൾ 2ൻ്റെ ഫോമിൽ 5ൻ്റെ ഫോമിൽ എഴുതാൻ പറ്റുന്നില്ല. സോ 30 എന്തല്ല ടെർമിനേറ്റ് ചെയ്യില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം 2ഉം 5ഉം ഫാക്ടേഴ്സ് മാത്രമാക്കി എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് എപ്പോഴും ടെർമിനേറ്റ് ആവും. ടെർമിനേറ്റ് ആവുകയാണെങ്കിൽ അവർ എന്ത് ടൈപ്പ് നമ്പേഴ്സ് ആയിരിക്കും, റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും.
ഓക്കെ, എക്സാക്ട് ഫ്രാക്ഷൻ ആയത് 0. ടെർമിനേറ്റിംഗ് ഡെസിമൽസ് ഉണ്ടാവും, റിപ്പീറ്റിംഗ് ഡെസിമൽസ് അവർ എൻഡ് ചെയ്യും. ബട്ട് നിങ്ങൾ 2നെ 7 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 ഒരു പ്രൈം നമ്പറാണ്. അത് നമുക്ക് 2ൻ്റെയോ 5ൻ്റെയോ ഫാക്ടേഴ്സ് ആയിട്ടോ നമുക്ക് എഴുതാൻ ഒരിക്കലും സാധിക്കില്ല. നോട്ട് 2 or 5. അപ്പോൾ 7 നമുക്ക് 7 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പ്രൈം നമ്പറാണ്. അപ്പം ഡിനോമിനേറ്ററിന് നമുക്ക് 2ൻ്റെയും 5ൻ്റെ പവേഴ്സ് ആക്കി ഒന്നും എഴുതാൻ പറ്റാത്തത് കൊണ്ട് ആ ഡിവിഷൻ നമുക്ക് എൻഡ് ചെയ്യില്ല, അത് ഗോസ് ഓൺ ഫോർ എവർ. അതാണ് എന്ത് വരുന്നത്, നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിങ് എന്ന് പറയുന്നത്. ഇനി 40നെ വേണം നമുക്കിവിടെ ചെയ്ത് നോക്കാം. അപ്പോൾ 40 നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പം 2, 20, 10, 5, 2, 1. അപ്പോൾ നമ്മളതിനെ അതിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോം എഴുതുമ്പം 2⁻³ × 5⁻1, അതായത് 2m × 5n എന്ന് പറഞ്ഞ ഫോമിൽ നമുക്ക് 40നെ എഴുതാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിനെ നമുക്ക് 2ൻ്റെയും 5ൻ്റെ പവേഴ്സാക്കി എഴുതാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ പറയും ഇത് ടെർമിനേറ്റ് ചെയ്യും. ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതേത് ടൈപ്പ് നമ്പറാണ്, റാഷണലാണ്. ഇനി ചില സമയത്ത് അത് റിക്കറിങ് ആയി വരികയാണെങ്കിലും അതും തന്നെയാണ്, റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയി താഴെ കൊടുത്തിട്ടുണ്ട്. എ ഫ്രാക്ഷൻ ടെർമിനേറ്റ്സ്, നിങ്ങൾ ചോദിക്കുകയാണ് ടെർമിനേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കിട്ടുന്ന നമ്പറിൻ്റെ ഡിനോമിനേറ്റർ എങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. അവിടെ 2ഉം 5ഉം മാത്രം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റും അത് എന്ത് ചെയ്യും, ആ ഫ്രാക്ഷൻ ടെർമിനേറ്റ് ചെയ്യും. ഫ്രാക്ഷനാണ് കേട്ടോ, ഫ്രാക്ഷൻ ടെർമിനേറ്റ് ചെയ്യും. ഇനി 2ഉം 5ഉം നേരത്തെ നമ്മൾ 13 കണ്ടു, അവിടെ 3 വരുന്നുണ്ട് അല്ലേ. 30 നമ്മൾ ചെയ്തപ്പം നമുക്ക് എന്താ കിട്ടിയത്, 2 എടുത്തപ്പം 15, പിന്നെ നമുക്കിവിടെ 3 വേണം എടുക്കാം, അല്ലെങ്കിൽ 5 എടുത്ത് 3 എടുക്കാം, അങ്ങനെ വേണം എടുക്കാം. അവിടെ ഈ 3 വന്നതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ടെർമിനേറ്റായി കാണാൻ പറ്റില്ല. അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഫ്രാക്ഷനല്ല നമ്പറും 30 എടുത്ത് പ്രൈം ഫാക്ടർ ചെയ്ത് കാണിച്ചതല്ലേ. അവിടെ 2ഉം 5ൻ്റെ ഫാക്ടേഴ്സ് മാത്രമാക്കി എഴുതാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, ടെർമിനേറ്റ് ചെയ്യുള്ളൂ. 3 വന്നതുകൊണ്ട് ഈ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് എന്തായിരിക്കില്ല, ഒരിക്കലും ടെർമിനേറ്റ് ചെയ്യില്ല. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ അടുത്ത് ടെർമിനേറ്റ് ചെയ്യോ ഇല്ലയോ എന്നാൽ മാത്രമാണ് ചോദിച്ചത്. അപ്പം ടെർമിനേറ്റ്